ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ. ജനാധിപത്യ സർക്കാരിന് ബോർഡിനെ നിയന്ത്രിക്കാൻ പ്രതിബദ്ധതയുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം സർക്കാർ നിർദ്ദേശിക്കുന്നത് മാത്രമെന്നും വാദം. പരാമർശം ദേവസ്വം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച 2023 യോഗത്തിന്റെ മിനിറ്റ്സിലാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പക്ഷേ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിൽ പങ്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ദേവസ്വം ബോർഡുകൾ സ്വതന്ത്ര പരമാധികാര സ്ഥാപനമെന്നാണ് സ്വർണ്ണക്കവർച്ച കേസ് പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം വാദിച്ചത്. അതിനാൽ തന്നെ സർക്കാരിന് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ പങ്കില്ലെന്നും കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്നതെല്ലാമായിരുന്നു വാദം. മന്ത്രി വി ശിവൻകുട്ടിയടക്കമുള്ളവർ ഇതേ വാദം പലകുറി ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 2023 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച യോഗത്തിൽ സർക്കാർ നിലപാട് ഇതായിരുന്നില്ല. ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്ത ദേവസ്വം ഭൂമികളുടെ നഷ്ടപരിഹാര തുക കൈക്കലാക്കാൻ വേണ്ടി സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നത് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കേണ്ടത് സർക്കാർ നിയന്ത്രണത്തിലാണെന്ന്. ജനാധിപത്യ സർക്കാരിന് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ പ്രതിബദ്ധതയുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം സർക്കാർ നിർദ്ദേശിക്കുന്നത് മാത്രമെന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലിറങ്ങിയ ഉത്തരവിലാണ് ദേവസ്വം ഭൂമികളെല്ലാം സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നതും അതുവഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട കോടികൾ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും. ഫലത്തിൽ സ്വർണ്ണക്കവർച്ച കേസിലെ ഉത്തരവാദിത്വത്തിൽ നിന്നൊളിച്ചോടാൻ ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി പദവി അംഗീകരിച്ച സർക്കാർ ദേവസ്വത്തിന്റെ പണം അപഹരിക്കാൻ അത് തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. ഹിന്ദു സമൂഹം സർക്കാരിന്റെ ഏത് നിലപാട് വിശ്വസിക്കണമെന്നതാണ് ചോദ്യം. ദേവസ്വം ബോർഡുകൾ പരമാധികാര സ്ഥാപനങ്ങളാണോ അതോ സർക്കാരിന്റെ അടിമ സ്ഥാപനങ്ങളാണോ? പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.